യേശുവിൽ സ്നേഹമുള്ള വചനയാത്രാ ശ്രോതാക്കളെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന വചനഭാഗം മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനഭാഗമാണ്. ഇവിടെ യേശു പിശാചു ബാധിതനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുകയാണ്. ആ വ്യക്തിയെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. തന്നെ തിരിച്ചറിഞ്ഞ ആ പിശാചു ബാധിതൻ 4 കാര്യങ്ങളാണ് യേശുവിനോട് ചോദിക്കുന്നത്. 1, അവൻ യേശുവിനെ താണ് വണങ്ങിക്കൊണ്ട് ദൈവനാമത്തിൽ ആവശ്യപ്പെടുന്നു, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്, ഞങ്ങളെ പീഡിപ്പിക്കരുത്. കാരണം അവനിൽ നിന്ന് പുറത്തു പോകുവാൻ യേശു അവനോട് ആവശ്യപ്പെട്ടിരുന്നു. പൈശാചികമായ പ്രലോഭനമുണ്ടാകുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ ഇവയൊക്കെയാണ്: നീ എൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടരുത്, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതി. ആരും എൻ്റെ കാര്യത്തിൽ ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി നടക്കാൻ ആഗ്രഹിക്കുന്ന മനോഭാവമാണ് ഇത്. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന ചിന്ത കൂടി നാം ഇവിടെ കാണുന്നുണ്ട്. രണ്ടാമതായി അവൻ ആവശ്യപ്പെടുന്നത് ആ നാട്ടിൽ നിന്ന് തങ്ങളെ പുറത്താക്കരുത് എന്നാണ്. അതും യേശു അംഗീകരിക്കുന്നു. ഈ പൈശാചിക ശക്തികൾ നമ്മുടെ നാട്ടിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ്. നന്മയും തിന്മയും ഈ ലോകത്തിലെ 2 പ്രതിഭാസങ്ങളാണ് എന്നും നാം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഏത് നിമിഷവും അത് നമ്മെ കീഴ്പ്പെടുത്തും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. പിശാച് ആരെ കീഴ്പ്പെടുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ നടക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പ്രലോഭനമുണ്ടാകുക സാധാരണമാണ്, എന്നാൽ ആര് അതിന് ഹേതുവാകുന്നുവോ അവന് ദുരിതം എന്ന്. മൂന്നാമതായി പിശാചു ബാധിതൻ യേശുവിനോട് ചോദിക്കുന്നത് അലഞ്ഞു നടക്കുന്ന ആ പന്നിക്കൂട്ടത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു കൊള്ളട്ടെ എന്നാണ്. അതും യേശു അംഗീകരിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ തുടർന്ന് നമ്മൾ കാണുന്നത് അവയെല്ലാം കടലിൽ മുങ്ങിച്ചാകുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ പിശാചിന് ഒരിക്കലും പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല. പൈശാചിക ശക്തികളെ ഉപേക്ഷിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കുന്നു. ഇവിടെയും ഇതുതന്നെയാണ് നാം കാണുന്നത്. പൂർണ്ണ സൗഖ്യം പ്രാപിച്ച ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിൻ്റെ പാദാന്ത്യത്തിൽ ഇരിക്കുകയാണ്. ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ ധരിച്ച ആ മനുഷ്യൻ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി യേശു ആകുന്ന പുതിയ മനുഷ്യനെ ധരിക്കണം എന്ന്. നാലാമതായി ആ മനുഷ്യൻ യേശുവിനോട് കൂടെ പോകുന്നതിനുള്ള അനുവാദം ചോദിക്കുകയാണ്. എന്നാൽ മറ്റു 3 കാര്യങ്ങളും അനുവദിച്ച യേശു തൻ്റെ കൂടെ പോരുവാനുള്ള അനുവാദം നിഷേധിക്കുകയാണ്. യേശു അവന് നൽകുന്നത് മറ്റൊരു ദൗത്യമാണ്. കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും യേശു കാണിച്ച കരുണയും ജനമധ്യത്തിൽ പ്രഘോഷിക്കുന്നതിനാണ് യേശു അവനെ അയക്കുന്നത്. ഇവിടെ നാം ദൈവവിളിയുടെ ഒരു സൂചന കൂടി കാണുന്നുണ്ട്. നീ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ദൈവരാജ്യ പ്രഘോഷണത്തിൽ ഓരോരുത്തരുടെയും കർത്തവ്യം നൽകുന്നത് യേശുവാണ്. തൻ്റെ ഇഷ്ടം അനുസരിച്ചല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ് അത് ഫലദായകമാകുന്നത്. യേശു തൻ്റെ പ്രേക്ഷിത ദൗത്യത്തിൽ ഇതെപ്പോഴും പ്രകടമാക്കുന്നുണ്ട്. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞവനോട് യേശു പറയുന്നത്, കുറുനരികൾക്ക് മാളങ്ങളും പറവകൾക്ക് അവകാശവുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്നാണ്. എന്നാൽ മറ്റൊരുവൻ തടസ്സം പറയുമ്പോൾ യേശു പറയുന്നത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീയോ ദൈവരാജ്യം പ്രസംഗിക്കുക എന്നതാണ്. അങ്ങനെ ദൈവിക പദ്ധതികളെല്ലാം ദൈവം തന്നെയാണ് രൂപകൽപ്പന ചെയ്യുന്നതെന്നും അത് മനസ്സിലാക്കി പൂർണ്ണ മനസ്സോടും സന്തോഷത്തോടും കൂടെ അതനുസരിക്കുന്നതാണ് ആത്മാവിലുള്ള ജീവിതം. പിശാചു ബാധിതനിൽ നിന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച ആ മനുഷ്യൻ, യേശു ഇതുതന്നെയാണ് അവനോടും കൽപ്പിക്കുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന്
പൈശാചിക ശക്തികളെ പൂർണ്ണമായി പുറത്താക്കി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ പുതിയ ജീവിതക്കാൻ പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.